ക്രിസ്തുവേശുവിൽ എല്ലാ ശ്രോതാക്കൾക്കും സ്നേഹവന്ദനം. നമ്മുടെ ഇന്നത്തെ ധ്യാനത്തിനായി ദിനവൃത്താന്തങ്ങളുടെ 1-ാം പുസ്തകം 10-ാം അധ്യായം 6-ാം വാക്യം വായിക്കുന്നു. ഇങ്ങനെ ശൗലും അവന്റെ 3 മക്കളും അവന്റെ ഭവനമൊക്കെയും ഒരുമിച്ച് മരിച്ചു. പ്രിയമുള്ളവരെ, അത്യാപത്തുകളും അനർത്ഥങ്ങളും വ്യക്തികളെയും കുടുംബങ്ങളെയും ഛേദിച്ചു കളയുമ്പോൾ, ഭൂമിയിൽ നിന്ന് മാറ്റിക്കളയുമ്പോൾ, അതിൽ നിന്ന് പാഠങ്ങൾ പഠിക്കുവാൻ പലപ്പോഴും നാം കൂട്ടാക്കാറില്ല. ഇസ്രായേലിന്റെ 1-ാമത്തെ രാജാവായി ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെട്ട ശൗലിന്റെയും അവന്റെ ഭവനത്തിന്റെയും ഉന്മൂലനാശം ദൈവത്തിന്റെ വിളികേട്ടിറങ്ങിത്തിരിക്കുന്ന ഓരോരുത്തർക്കും പാഠമാകണം. ഇസ്രായേലിന്റെ സിംഹാസനം അവന് നൽകുവാൻ യഹോവയാം ദൈവം പ്രസാദിച്ചിരിക്കുന്നു എന്ന് പ്രവാചകൻ അവനെ അറിയിച്ചപ്പോൾ, എളിമയോടെ തന്റെ ഗോത്രം ഇസ്രായേൽ ഗോത്രങ്ങളിൽ ഏറ്റവും ചെറുതാണെന്നും തന്റെ കുടുംബം ആ ഗോത്രത്തിൽ ഏറ്റവും ചെറുതാണെന്നും പറഞ്ഞ് ഒഴിഞ്ഞുമാറാൻ ശൗൽ ശ്രമിച്ചു. എന്നാൽ അവന്റെ അവസ്ഥ അറിഞ്ഞ് അവനെ തിരഞ്ഞെടുത്ത ദൈവം അവനെ രാജാവായി അഭിഷേകം ചെയ്തു. രാജാവായ ശൗലിനോട് അമാലേക്യരെ ആക്രമിച്ച് അവരെ ഉന്മൂലനാശം ചെയ്യണമെന്ന് യഹോവയാം ദൈവം കൽപ്പിച്ചുവെങ്കിലും അവൻ അമാലേക്യ രാജാവായ ആഗാഗിനെയും അവന്റെ ആടുമാടുകളെയും ജീവനോടെ കൊണ്ടുവന്നു. ആ അനുസരണക്കേട് അവന്റെ ആത്മീയ വീഴ്ചയുടെ ആരംഭമായിരുന്നു. തുടർന്ന് തനിക്കു പകരം യഹോവയാം ദൈവം അഭിഷേകം ചെയ്ത ദാവീദിനെ കൊല്ലുവാൻ 21 പ്രാവശ്യം അവൻ ശ്രമിച്ചു. മാത്രമല്ല, നോബിലെ യഹോവയാം ദൈവത്തിന്റെ 85 പുരോഹിതന്മാരെയും അവിടെയുണ്ടായിരുന്ന അബാലവൃദ്ധം ജനങ്ങളെയും അവൻ കൊന്നൊടുക്കി. അവസാനം വെളിച്ചപ്പാടത്തിയുടെ അടുക്കൽ ചെന്നെത്തിയ അവന്റെ അന്ത്യം അതിദാരുണമായിരുന്നു. അവന്റെ അകൃത്യങ്ങൾക്ക് അവൻ മാത്രമല്ല, അവന്റെ 3 ആൺമക്കളും ഭവനം മുഴുവനും കൊല്ലപ്പെട്ടു. സഹോദര സഹോദരി, ദൈവത്തിൽ നിന്ന് അനുഗ്രഹങ്ങൾ പ്രാപിച്ച ശേഷം ദൈവത്തെ മറന്നാണ് നീ മുമ്പോട്ട് പോകുന്നതെങ്കിൽ, ദൈവം നിന്നെ മാത്രമല്ല ആ അനുഗ്രഹങ്ങൾ അനുഭവിച്ചു വളർന്ന നിന്റെ തലമുറയെയും നശിപ്പിച്ചു കളയുമെന്ന് ശൗലിന്റെ അനുഭവത്തിൽ നിന്ന് നീ മനസ്സിലാക്കുമോ? നിന്റെ പാപങ്ങൾ ക്ഷമിക്കുന്നതിനായി ദാവീദിനെ പോലെ ഈ അവസരത്തിൽ നീ ദൈവത്തോട് കരയുമോ? ചേർക്കയൻ